ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഓൾറെഡി ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് ഒരു സീന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കുറെ ആളുകൾ നമ്മളോട് കുറെ ആളുകളല്ല കുറച്ച് പേര് നമ്മളോട് അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വീണ്ടും ഒരു റീകലക്ട് ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജേട്ടന്റെ ആട് ഒരു ഭീകരജീവിയാണ് ഫസ്റ്റ് പാർട്ട്. അതിന്റെ ഷാജി പാപ്പന്റെ ഇൻട്രോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വടംവലി സോങ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സീനുകളുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഓൾറെഡി ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, അബുവിന്റെ സീൻ ചെയ്യാൻ വേണ്ടി. അബു ഭീകരൻ ആ സംഭവം അത് നമുക്കറിയാം. എന്താ പറയാ, അത് നമ്മള് പറയുന്നില്ല, നമുക്ക് നേരെ സീനിലേക്ക് എന്തായാലും എന്താ പറയാ, ഒരു കാര്യം പറയാനുള്ളത്, സൈജു കുറുപ്പ് എന്ന ആക്ടറിന്റെ വമ്പൻ സംഭവമായിരുന്നു ആ ഒരു സ്ഥലം. എന്താ പറയാ, നമ്മൾ പറയില്ലേ ആ ഒരു പേര് കിട്ടിയത്, അല്ലെങ്കിൽ സിഗ്നേച്ചർ നമുക്ക് വേണമെങ്കിലും പറയാം. ഒരു പക്ഷെ ചിലപ്പോ ആടിലൂടെ ആയിരിക്കാം. അതായത് കോമഡി ചെയ്യാൻ പറ്റും നന്നായിട്ടൊന്നും തെളിയിച്ചൊരു സിനിമ ആട്. എനിക്ക് പേഴ്സണലി കേട്ടോ, പൊതുവെ അതെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ് സൈജു കുറുപ്പ്. നമുക്ക് എന്തായാലും നേരെ അബുഭീകരൻ കാണാം. നമുക്ക് ഒരു പ്രാവശ്യം സൈജു കുറുപ്പിനെ പറ്റിയിട്ട് സംസാരിക്കണം കേട്ടോ. യെസ് നമ്മൾ സംസാരിക്കും. സൈജു കുറുപ്പ്, അതുപോലെ ജയേട്ടൻ, ഇന്ദ്രജിത്ത്, അങ്ങനെ ഒരുപാട്. കാരണം ഇവരെന്നൊക്കെ പറയുന്നത് വന്ന സമയത്ത് കുറെ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഞാൻ പേഴ്സണലി വിറ്റ്നസ് ആയിട്ടുണ്ട് കുറെ തവണ, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് അവരിപ്പോ ചെയ്യുന്ന റോളൊക്കെ നമ്മൾ കാണുമ്പോൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ പല മൂവീസിലും ഞാൻ പറഞ്ഞില്ലേ സൈജു കുറുപ്പ് ഇന്നവിറ്റബിൾ ആണ്. അതെ, സൈജു കുറുപ്പ് ഇല്ലാണ്ട് ഒരു സിനിമ, പ്രത്യേകിച്ച് അത് ഒരു റിയലിസ്റ്റിക് പടമാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് കാണാം ബാക്കി കണ്ടേ. എന്തായാലും നമ്മളൊരു ടോപ്പിക് വരുന്നുണ്ട്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയാം. തുടങ്ങാം. വെള്ളത്തിമൂല ജനതാ വായനശാല നടത്തപ്പെട്ട പട്ടിത്താനം കൊച്ചേട്ടം മെമ്മോറിയൽ അവസാനിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് മറ്റാരുമല്ല, ഹൈറേഞ്ചിന്റെ അഭിമാന താരങ്ങളായ വിന്നേഴ്സ് പോത്തുമുക്ക്. വിന്നേഴ്സ് പോത്തുമുക്കിന്റെ അനിഷേധ്യനായ സാരഥി നമ്മുടെ പ്രിയങ്കരനായ ഷാജി പാപ്പനെയും ഒപ്പം പ്രിയങ്കരനായ നമ്മുടെ സച്ചിൻ ക്ലീറ്റസ്. ആടെവിടെയാണ്? പിന്നെ ഈ മുട്ടനാടിനൊക്കെ ഇപ്പൊ എല്ലാ ക്ഷാമം. അടുത്ത വർഷം നല്ല ഒന്നാന്തരം മൂരിക്കുട്ടിനെ തന്നെ ഞങ്ങൾ റെഡിയാക്കി. അപ്പൊ അടുത്ത വർഷം ഞാനിവിടെ മാറ്റി കെട്ടിട്ട് അടുത്ത വർഷം മൂരിക്കുട്ടൻ, ഷാജിക്കുട്ട മൂരിക്കുട്ട. എക്സ്പ്രഷൻ നോക്കി കൊറേ നേരം ഷോട്ട്. ലാലന്റെ എക്സ്പ്രഷൻ. ജയസൂര്യാണ് അഭിനയിച്ച് പൊലിപ്പിക്കാണ് അവിടെ. എന്ത് ക്യൂട്ടാണ് മോനെ. ഇവിടെയാണ് ആ ഒരു ടൈറ്റിൽ ശരിക്കും കാണിക്കുന്നത്. ആടെ ഒരു ഭീകരജീവിയാണ്. മാസ്. ഇത് പെണ്ണാണ് ശരിയാണ്. പെണ്ണാണുള്ള അമ്മനെ പറ്റിച്ച ഒരുപാട് മറ്റടുത്ത പരിപാടി ഊറ്റ മുട്ടനാള ഹിമാലയ മുട്ടനാളെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹാപ്പിനാച്ചിനാണ് വന്നത്. ഇതിനെ നീ എന്താ ചെയ്യണ്ട? എന്ത് ചെയ്യാൻ കിട്ടിക്കൊണ്ടുപോവാ. ഷാജിയുടെ ഇത് ആണല്ലേ ഒരു പാവം ഉണ്ടാ പ്രാണി. കേട്ടോ കഴിയുന്നുണ്ടോ? ഈ പെണ്ണുമ്പോൾ ആദ്യമുള്ളത് കാര്യം. പിന്നെ അതിനകത്ത് ഒരു അപ്പിട്ട് നാട്ടി അപ്പിയല്ല പിന്നെ അതല്ലേ ഞാൻ ഒന്നുപോലെ ഞാൻ നോക്കി നടത്തുന്ന വണ്ടിയാ. പോവാൻ പറ്റൂല. കണ്ടുപോയാൽ സ്വന്തം വല്യമ്മേനെ വരെ അങ്ങാടിയിൽ നമ്മുടെ തലക്കെട്ടി വെച്ചല്ല. അതെ, നമുക്ക് കാര്യം ചെയ്യാം. ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കൊണ്ട് സ്ഥലം വിടാം. എന്നിട്ട് പ്ലാൻ ചെയ്ത പോലെ നമ്മൾ ഇപ്പോഴാണ് സ്ത്രീകളെ ഞാൻ കൊല്ലാറില്ല. അത്രയ്ക്കും വരില്ലല്ലോ ഒരു ബീറാണ്.
മോനെ രുതിരപ്രിയെന്നൊക്കെ മോനെ കണ്ണിൽ ലെൻസ് കിട്ടുന്നുണ്ടല്ലേ കുറച്ചൊരു. പക്ഷെ വല്ലാത്തൊരു ഇതല്ലേ. നീ ഇതിനെ വണ്ടി കയറ്റി ക്ലീറ്റസ് എനിക്ക് വേണ്ടിയാണ് ഞാൻ കയറ്റിയത്. ഇവനെ നാട്ടുകാർ അറിഞ്ഞു വിളിക്കാൻ വരാൻ ആ അറക്കൽ. നീ വരുന്നില്ലേ അപ്പൊ? അയ്യോ, ഇതിനകത്ത് സൈജു കുറുപ്പിന്റെ ആ ഒരു റോള് വേറെ ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാജി പാപ്പൻ കഴിഞ്ഞിട്ട് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയ ക്യാരക്ടറാണ് ശരിക്കും. കാരണം വെച്ചാൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലോ ഫേസിൽ പിടിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂം ആണെങ്കിലോ ഡയലോഗ് ഡെലിവറി ആണെങ്കിലോ എല്ലാം ആ ഒരു പെർഫെക്ഷൻ ശരിക്കും ഉണ്ട്. ആ സമയത്ത് ഈ റോള് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മളും എന്താ പറയാ നമ്മളും ആ ഒരു ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതായത് ഇപ്പം ഫസ്റ്റ് കാണിക്കുന്ന സംഭവം ഭയങ്കര കലിപ്പായിട്ടാ കാണിച്ചിരിക്കണേ. ഇനി അങ്ങോട്ടാണ് സംഭവങ്ങളൊക്കെ പോണത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കോമഡി പീസ് ആവുന്നത്. പിന്നീട് മനസ്സിലായി സീരിയസ് ആയിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതായത് ഇപ്പോ ആദ്യത്തെ പാപ്പന്റെ സീനിലാണെന്നുണ്ടെങ്കിലും തല്ലാൻ ഓടി വരുന്ന സമയത്ത് ആ ഫേസിലുള്ള കലിപ്പ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തായാലും തോന്നും തല്ലുന്ന് ഇടിക്കുന്നു തോന്നും. പക്ഷെ ആ ഇടിക്കുന്ന സമയത്ത് ആ നടുവെട്ടുന്ന സീൻ ഉണ്ടാവും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഫ്രഷ് ആയിരുന്നു. ആ ഒരു ക്ലീഷേസ് ഒക്കെ ഫുൾ ഒഴിവാക്കുന്ന കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ വിചാരിക്കും എന്താ എന്തായാലും ഇനി അങ്ങോട്ടാണ് അതിന്റെ ശരിയായ സംഭവം ഉള്ളത്. അപ്പൊ എന്തായാലും ഇത് അബുവിന്റെ അടുത്ത കണക്റ്റഡ് സംഭവം അല്ലാത്തോണ്ടാണ് നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യാത്തത്. അബു ഇനിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷാജി പാപ്പന്റെ ഇവിടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് കാണാം. അത് നല്ല രസമാണ്. അപ്പൊ എനിക്കൊന്ന് ഈ ഒരു ടീമിന്റെ അകത്തില്ല, അതായത് ഷാജി പാപ്പന്റെ ആ ഒരു ടീമിന്റെ അകത്ത് ഏറ്റവും സ്ട്രോങ് ശരിക്കും അബു തന്നെയാണ്. അതായത് ഷാജി പാപ്പൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ വരെ അതിനുശേഷം ഇങ്ങനെ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്റെ മുന്നേ ഇപ്പൊ എന്തൊക്കെയോ ചെയ്യാൻ പോകണമെന്നൊക്കെ ലാസ്റ്റ് ആണെങ്കിലും ഇനിയും കുറെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരാൻ കിടക്കുന്നു. ഇതൊന്നും അല്ല, ഇതിനകത്ത് എന്താ പറയാ കുറെ ക്യാരക്ടേഴ്സ് വിത്ത് ഡിഫറെന്റ് നെയിംസിലുണ്ട്. അതാണ് പടത്തിന്റെ അത് ഓരോ ഇൻട്രോ ആയിട്ട് ചെയ്യാം, ഓരോ സീനുകളായിട്ട് ചെയ്യാം, എല്ലാം വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ വേറെ അപ്പൊ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളെ സജഷനും മെൻഷൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.